ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം എടുത്തതാണ് തിയറി ഓഫ് രസ. അപ്പോൾ കുറച്ച് പേരില്ലായിരുന്നു. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇത് പറഞ്ഞു പോവാം. എടുത്ത കാര്യം തന്നെ ഒന്ന് നമുക്കറിയാം. നമ്മൾ പറഞ്ഞു സാൻസ്ക്രിറ്റ് വേർഡ് രസ എന്നതിന് ഒരുപാട് മീനിങ് ഉണ്ടെന്ന് പറഞ്ഞു. സാപ്പ്, ജ്യൂസ്, വാട്ടർ, ഫ്ലേവർ, അങ്ങനത്തെ ഒരുപാട് മീനിങ്ങുകൾ ഉണ്ടെന്ന് പറഞ്ഞു. പോയറ്റിക്സിലേക്ക് വരുമ്പോൾ രസ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഒരു ക്രിയേറ്റീവ് എക്സ്പീരിയൻസ് ആണ്, അല്ലേ? ഇറ്റ് ഈസ് ദ ക്രിയേറ്റീവ് എക്സ്പീരിയൻസ് ഓഫ് ദ പോയറ്റ് ആൻഡ് എസ്തറ്റിക് എൻജോയ്മെൻറ്റ് ഓഫ് ദ റീഡർ ആൻഡ് എ ഡൈവേഴ്സ് ഇമോഷണൽ സ്റ്റേറ്റ് എവിഡൻറ്റ് ഇൻ ദ പോം. അപ്പോൾ രസ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു അതിനെന്തുണ്ട് ഡിഫറെൻറ്റ് മീനിങ്. അപ്പോൾ പോയറ്റിക്സിലേക്ക് എത്തുമ്പോൾ അർത്ഥമാക്കുന്നത് ഒരു ഓതറിൻ്റെ ക്രിയേറ്റീവായിട്ടുള്ള എക്സ്പീരിയൻസ്, പോയറ്റിൻ്റെ ക്രിയേറ്റീവ് എക്സ്പീരിയൻസിനെയും അതേപോലെ തന്നെ ഒരു റീഡറിൻ്റെ ഒരു എസ്തറ്റിക് എൻജോയ്മെൻറ്റിനെയും അതേപോലെ തന്നെ എന്താണ് ഡൈവേഴ്സറ്റ് ആയിട്ടുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇമോഷണൽ സ്റ്റേറ്റ് നമുക്കൊരു കവിതയിൽ നിന്ന് കിട്ടുന്നു. ഇതൊക്കെയാണ് രസ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. രസയിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്? സബ്ജക്റ്റീവ് എക്സ്പീരിയൻസ് ഓഫ് ദ പോയറ്റ്, അല്ലേ? ഒരു പോയറ്റിനുണ്ടാകുന്ന പേഴ്സണൽ എക്സ്പീരിയൻസും അതേപോലെ റീഡറിനുണ്ടാകുന്ന ഒരു പേഴ്സണൽ എക്സ്പീരിയൻസും രസ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നുണ്ട്. പിന്നെയോ ദ ഒബ്ജക്റ്റീവ് സ്ട്രക്ചറൽ ഫ്രെയിംവർക്ക് ആൻഡ് തീംസ് ഓഫ് ദ പോം, ഇതൊക്കെ നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ പിന്നെ അത് മാത്രമല്ല, വെറും സബ്ജക്റ്റീവായിട്ടുള്ള കാര്യം മാത്രമല്ല, ഒബ്ജക്റ്റീവായിട്ട് ഒരു വർക്കിൻ്റെ സ്ട്രക്ചറലായിട്ടുള്ള ഫ്രെയിംവർക്കിനെയും തീമും ഒക്കെ രസ എന്നതുകൊണ്ട് അർത്ഥമാക്കുകയുണ്ട് എന്നാണ്. ആൻഷ്യൻ്റ് ഇന്ത്യ ഡെവലപ്ഡ് ഡിഫറെൻറ്റ് തിയറീസ് ഓഫ് ലിറ്ററേച്ചർ ആൻഡ് ദ ഫോർ മേജർ തിയറി, അല്ലേ? അതായത് ആൻഷ്യൻ്റ് ഇന്ത്യ ഡെവലപ്പ് ചെയ്ത ഡിഫറെൻറ്റ് തിയറീസാണ് രസ. രസ എന്ന് പറയുമ്പോൾ ഇറ്റ് കോൺസെൻട്രേറ്റ് ഓൺ ദ ഇമോട്ടീവ് എക്സ്പ്രഷനാണ്. പിന്നെ വരുന്നതാണ് ധ്വനി, അതിൽ കൊണോട്ടേറ്റ് ആണ്, അല്ലെ? സജസ്റ്റീവ് എക്സ്പ്രഷനെ കുറിച്ചാണ് പറയുന്നത്. വക്രോത്തി എന്ന് പറയുമ്പോൾ അതിലെന്താണ്? ഇറ്റ് ഈസ് റിലേറ്റഡ് വിത്ത് സ്റ്റൈൽ ആൻഡ് സ്ട്രക്ചർ ഓഫ് എക്സ്പ്രഷനാണ്. അലങ്കാര എന്ന് പറയുമ്പോൾ ഫിഗർ ഓഫ് സ്പീച്ച്. ഓക്കെ, ഇത്രയുമാണ് തിയറി വരുന്നത്. അപ്പോൾ രസ തിയറി എന്ന് പറയുമ്പോൾ എംഫസൈസ് ദ മീനിങ് ആൻഡ് ഇമോഷൻ കൺവേഡ് ആൻഡ് ലിറ്റററി ബൈ ദ ലിറ്റററി വർക്ക് ദാറ്റ് ഇൻഡ്യൂസ് ഡിലൈറ്റ് ഇൻ ഓർ ആനന്ദ ഇൻ ദ റീഡേഴ്സ് ഓർ ദ ഓഡിയൻസ്. രസ തിയറി പറയുന്നത് ഒരു മീനിങ്ങും ഇമോഷനും എന്ത് ചെയ്യാണ് ഒരു വർക്കിലൂടെ കൺവേ ചെയ്യുമ്പോൾ അതിലൂടെ ഒരു റൈറ്ററിന് എന്ത് കിട്ടും? ഡിലൈറ്റ് അല്ലെങ്കിൽ ആനന്ദം. റൈറ്ററിനല്ല, ഒരു റീഡറിന് അല്ലെങ്കിൽ ഓഡിയൻസിന് ആ ഒരു വർക്ക് ഓഫ് ആർട്ട് കാണുമ്പോൾ, വായിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു എന്താ പറയുക, ആ കിട്ടുന്ന ഡിലൈറ്റാണ്, ആനന്ദമാണ് രസ എന്ന് പറയുമ്പോൾ. അതായത് ഈ ഒരു ഡിലൈറ്റാണ് എസെൻസ് ഓഫ് പോയട്രി, അല്ലേ? അതാണ് അതിൻ്റെ എസെൻസ് എന്ന് പറയുന്നത്. അപ്പോൾ രസ എന്ന് പറയുമ്പോൾ എന്താണ്? ഇറ്റ് റെൻഡേഴ്സ് ഓൾ ദ മീനിങ് ഫുൾ, അല്ലേ? എലമെൻറ്റ്സ് ഇൻ പോയട്രിയാണ്. ഇറ്റ് ഈസ് പെർട്ടിക്കുലർലി മെൻഷൻഡ് നോ മീനിങ്സ് ക്യാൻ ബി റെൻഡേർഡ് ഇൻ ദ ആബ്സെൻസ് ഓഫ് രസ. ഓക്കെ, അവർ പറയുന്നത് ഒരു മീനിങ്ങും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മനസ്സിലാക്കാൻ പറ്റില്ല ഇൻ ദ ആബ്സെൻസ് ഓഫ് രസ. ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അന്ന് പറഞ്ഞതാണ്. നമുക്കൊരർത്ഥം കിട്ടണമെങ്കിൽ എന്ത് വേണം? രസ വേണം, അല്ലേ? ഒരു രസയുടെ ആബ്സെൻസിൽ നമുക്ക് എന്ത് കിട്ടില്ല? മീനിങ് കിട്ടില്ല. അപ്പം നിങ്ങൾ തിയറി ഓഫ് രസയിലേക്ക് കടക്കുമ്പോൾ രസ എന്ന് പറയുമ്പോൾ ഇറ്റ് ക്യാൻ ബി ട്രാൻസ്ലേറ്റഡ് ആസ് ഈസ്തറ്റിക് റിസൽ, ആസ്വാദാണ്, അല്ലേ? ഒരു ആസ്വാദനമാണ് രസ എന്ന് പറയുമ്പോൾ. ഇമോട്ടീവ് ഈസ്തറ്റിക്, ഇറ്റ് ഹാസ് ബീൻ ഇൻ്റർപ്രറ്റഡ് ആസ് ദ പ്ലെഷർ ആൻഡ് ടേസ്റ്റ് വിച്ച് അറൈസ് ഫ്രം ഫുഡാണ്. നമുക്കൊരു ഭക്ഷണം കഴിക്കുമ്പോൾ കിട്ടുന്നൊരു പ്ലെഷർ ഉണ്ട്, അല്ലേ? ആ ഒരു ടേസ്റ്റ് ഉണ്ട്. അതാണ് ശരിക്കും എന്ത് രസ എന്ന് പറഞ്ഞാൽ. പോയട്രി ഹാസ് ബീൻ ഡിഫൈൻഡ് വാക്യം രസമകം കാവ്യം, എനി കമ്പോസിഷൻ വിച്ച് ഗിവ്സ് ടേസ്റ്റ്ഫുൾ പ്ലെഷർ ഈസ് പോയട്രി, അല്ലേ? അതായത് പോയട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡിഫൈൻ ചെയ്യാം എന്താണ്? ഏത് വർക്ക് ഓഫ് ആർട്ട് ആകട്ടെ അത് നമുക്കൊരു ടേസ്റ്റ്ഫുൾ പ്ലെഷർ കിട്ടുന്നുണ്ടെങ്കിൽ അതാണ് പോയട്രി, അല്ലേ? ഭരത സെസ് ദാറ്റ് ദർ ഈസ് നോ ഒബ്ജക്റ്റ് നോ ആക്ടിവിറ്റി ഇൻ ഡ്രമാറ്റോളജി വിച്ച് ഈസ് ഡിവോയ്ഡ് ഓഫ് രസ. ഭരത പറയുന്നത് ഒരു വർക്ക് ഓഫ് ആർട്ടുമില്ല, ഒരു ഒബ്ജക്റ്റുമില്ല, എന്താണ്? ദാറ്റ് ഈസ് ഡിവോയ്ഡ് ഓഫ് രസ. രസയില്ലാത്ത ഒരു വർക്ക് ഓഫ് ആർട്ടുമില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി രസ തിയറി ഇൻസിസ്റ്റ് ദാറ്റ് രസ ഈസ് എൻ ഔട്ട്കം ഓഫ് ഹാർമോണിയസ് ബ്ലെൻഡ് ഓഫ് വാരിയസ് എലമെൻറ്റ്സ് ലൈക്ക് ഭാവ, സഞ്ചാരി ഭാവ, അനുഭാവ ആൻഡ് അതേഴ്സ് ദാറ്റ് ക്രിയേറ്റ് ഈസ്തറ്റിക് ഡിലൈറ്റ്. പിന്നെ പറയുന്നത് രസ തിയറിസ്റ്റ് പറയുന്നത് രസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഔട്ട്കം, അല്ലേ? എന്തിൻ്റെ റിസൾട്ടാണ്? ഹാർമോണിയസ് ബ്ലെൻഡ് ഓഫ് വാരിയസ് എലമെൻറ്റ്സ് ആണ്. അതായത് ഒരുപാട് എലമെൻറ്റ്സുകളുടെ ഔട്ട്കമാണ് രസ എന്ന് പറഞ്ഞാൽ. ഏതൊക്കെയാണ്? ഭാവ, സഞ്ചാരി ഭാവ, അനുഭാവ എക്സെട്ര. ഭരതമുനിയെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം പറയാണ് ഡ്രാമ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എൻ ഇമിറ്റേഷൻ ഓർ അനുകരണ, അല്ലേ? ആൻഡ് നെറേഷൻ, അനുകീർത്തന ഓഫ് ദ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ആൻഡ് എ മാനിഫെസ്റ്റേഷൻ ഓഫ് ഡൈവേഴ്സ് ആക്ഷൻ ഓഫ് ദി വേൾഡ്. അദ്ദേഹം പറയാണ് ഒരു ഡ്രാമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു അനുകരണമാണ്, ഇമിറ്റേഷനാണ്, അതേപോലെ അതൊരു നെറേഷനാണ്, ഇറ്റ്സ് എ സ്റ്റേറ്റ് ഓഫ് മൈൻഡാണ്, അല്ലേ? നെറേഷൻ ഓഫ് ദ സ്റ്റേറ്റ് ഓഫ് മൈൻഡ്.
ഒരു മനസ്സിൻ്റെ നെറേഷനാണ് എന്ത് ഡ്രാമ എന്ന് പറയുമ്പോൾ. അതെന്ത് ചെയ്യുന്നു, ഇറ്റ് മാനിഫെസ്റ്റ് ദ ഡൈവേഴ്സ് ആക്ഷൻ ഓഫ് ദ വേൾഡാണ്. ഈ ലോകത്തിലുള്ള ഡിഫറെൻറ്റ് ആക്ഷൻസിനെ മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരു മേഖലയാണെന്ത് ഡ്രാമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. This action and state of mind represented profoundly affect the sensibility of the reader. ഈ ആക്ഷനും ഈ മനസ്സൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇറ്റ് വിൽ എഫക്റ്റ് ദ സെൻസിബിലിറ്റി ഓഫ് ദ റീഡർ. റീഡറിനെ എഫക്റ്റ് ചെയ്യുന്നതായിരിക്കും. ദ വേ റീഡർ ഗെറ്റ്സ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ഡ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ ഈസ് എലാബറേറ്റഡ് ബൈ ഭരതമുനി ദ ഓതർ നാട്യശാസ്ത്ര. അതായത് റീഡറിന് കിട്ടുന്ന ഈ ഒരു ഡ്രമാറ്റിക് എക്സ്പീരിയൻസിനെ ഭരതമുനി തൻ്റെ നാട്യശാസ്ത്ര എന്ന് പറയുന്ന വർക്കിൻ്റെ ഓതറാണ് ആര്, ഭരതമുനി. അദ്ദേഹം പറയാണ് ഇങ്ങനെ, അതായത് ഡ്രാമ എന്ന് പറഞ്ഞാൽ ഇമിറ്റേഷൻ ഓഫ് ആക്ഷൻ ആണെന്നും അല്ലെങ്കിൽ അനുകരണയാണെന്നും അതിലെന്താണ് ഇറ്റ് ഈസ് ദ നെറേഷൻ ഓഫ് ദ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ആണെന്നും പറഞ്ഞു. അതുമാത്രമല്ല ഇറ്റ് ഈസ് ദ മാനിഫെസ്റ്റേഷൻ ഓഫ് ദ ഡൈവേഴ്സ് ആക്ഷൻ ഓഫ് ദി വേൾഡ് എന്നും പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറയാണ് ഈ ആക്ഷൻസ്, ഈ സ്റ്റേറ്റ് ഓഫ് മൈൻഡൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ആരിൽ എഫക്റ്റ് ചെയ്യുന്നുണ്ട്, റീഡേഴ്സിൽ എഫക്റ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. ഈ ഒരു ഡ്രാമ കാണുമ്പോൾ അത് റീഡറിൽ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതിനെ അദ്ദേഹം, അതായത് ഭരതമുനി എന്ത് ചെയ്യാണ്, ഈ ഇൻഫ്ലുവൻസിനെ റെപ്രസെൻ്റ് എലാബറേറ്റ് ചെയ്യുകയാണ് ആര്, ഭരതമുനി. അദ്ദേഹം നാട്യശാസ്ത്ര എന്ന വർക്കിൻ്റെ ഓതറാണെന്നും അല്ലേ. നാട്യശാസ്ത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ ഓഫ് ദ ഏർലിയസ്റ്റ് ലിറ്ററേച്ചർ ഓൺ മ്യൂസിക് ആൻഡ് ഡ്രാമയാണെന്നും അല്ലേ. മ്യൂസിക്കിൻ്റെയും ഡ്രാമയുടെയും ഒരു ഏർലിയസ്റ്റ് ലിറ്ററേച്ചർ ആണെന്നും ദാറ്റ് വാസ് റിട്ടൺ സംവെയർ അറൗണ്ട് 500 BC അല്ലേ, 500 BC മുന്നേ എഴുതിയതാണെന്നും അതിലെന്തുണ്ട് 6000 കപ്ലെറ്റ്സ് സാൻസ്ക്രിറ്റിലുണ്ടെന്നും ഇറ്റ് സ്പ്രെഡ് ഓവർ 36 ചാപ്റ്റേഴ്സാണ്. അതിൽ 36 ചാപ്റ്റേഴ്സ് ഉണ്ടെന്നും അത് ഫോക്കസ് ചെയ്യുന്നത് ഡാൻസിനെ കുറിച്ചും ഡ്രാമയെക്കുറിച്ചുമാണെന്നൊക്കെയുള്ളത് ഓർമ്മിക്കുക. ഓക്കെ, അപ്പോൾ നാട്യശാസ്ത്ര എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ ലിറ്ററേച്ചർ ഓൺ മ്യൂസിക് ആൻഡ് ഡ്രാമ. ഇറ്റ് വാസ് റിട്ടൺ ഇൻ 500 BC. ഇറ്റ് ഹാസ് 6000 കപ്ലെറ്റ്സ് ഇൻ ഇറ്റ് കൺസിസ്റ്റ് 6000 കപ്ലെറ്റ്സ് ഇൻ സാൻസ്ക്രിറ്റ് എന്ന് പറഞ്ഞു. അതുമാത്രമല്ല ഇറ്റ് ഹാസ് 36 ചാപ്റ്റേഴ്സ് എന്ന് പറഞ്ഞു. അത് ഫോക്കസ് ചെയ്യുന്നത് ഡാൻസിനെ കുറിച്ചും ഡ്രാമയെക്കുറിച്ചുമാണ്, വിത്ത് ദ ഹെൽപ്പ് ഓഫ് മ്യൂസിക്. ഇത്രയും ഓർമ്മിക്കുക. ഇനി ദ ടൈറ്റിൽ ഈസ് എ കോമ്പിനേഷൻ ഓഫ് ടു സാൻസ്ക്രിറ്റ് വേർഡ് നാട്യ ശാസ്ത്ര. നാട്യ റിവേർസ് ടു ടെക്നിക് ഓഫ് ഡാൻസിങ് ആൻഡ് ഡ്രാമ. ഇറ്റ് ഈസ് ശാസ്ത്ര റെഫേഴ്സ് ടു സയൻസ്. ഓക്കെ, അപ്പോൾ നാട്യശാസ്ത്ര എന്ന് പറഞ്ഞാൽ രണ്ട് സാൻസ്ക്രിറ്റ് വേർഡിൻ്റെ മിക്സഡ് ആണെന്നും നാട്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഡാൻസിലുള്ളൊരു ടെക്നിക്കാണെന്നും ശാസ്ത്ര എന്ന് റെഫേഴ്സ് ചെയ്യുന്നത് സയൻസ് ആണെന്നും. അപ്പോൾ ഇൻ ദ 6th and 7th ചാപ്റ്റർ ഓഫ് ദ നാട്യശാസ്ത്ര, അതായത് നാട്യശാസ്ത്രക്ക് എത്ര ചാപ്റ്റേഴ്സ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു, 36 ചാപ്റ്റേഴ്സ്. അതിൽ 7th and 6th ചാപ്റ്റേഴ്സിൽ എന്ത് ചെയ്യുന്നുണ്ട്, രസദായ ആൻഡ് ഭാവദായ, ഇങ്ങനെ 2 ചാപ്റ്റേഴ്സ് ഉണ്ട്. അതിലാണ് അദ്ദേഹം കോൺസെപ്റ്റ് ഓഫ് രസ ആൻഡ് ഭാവ പറയുന്നത്. ഓക്കെ, ഇനി ഭരതമുനി ഈസ് ദ ഫസ്റ്റ് ടു റെക്കഗ്നൈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് രസ ഇൻ എസ്തെറ്റിക്. ഹി ഓൾസോ അനലൈസ് ദ കോൺസ്റ്റിറ്റ്യൂന്റ് എലമെൻറ്റ്സ് വിച്ച് ഗിവ് റൈസ് ടു ദ എക്സ്പീരിയൻസ് ഓഫ് രസ. ഭരതമുനിയാണ് ആദ്യമായിട്ട് രസ എന്ന ഈ ഒരു എസ്തെറ്റിക് പ്ലെഷറിനെ കുറിച്ച് റെക്കഗ്നൈസ് ചെയ്ത ആളാണെന്നും അദ്ദേഹം അനലൈസ് ചെയ്തു കോൺസ്റ്റിറ്റ്യൂന്റ് എലമെൻറ്റ് വിച്ച് ഗീവ് റൈസ് ടു ദ എക്സ്പീരിയൻസ് ഓഫ് രസ. എന്തൊക്കെയാണ് രസ എന്ന ആ ഒരു എക്സ്പീരിയൻസ് നമുക്ക് തരാനുള്ള എലമെൻറ്റ്സ് എന്നൊക്കെയാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നു, ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചയാളാണ്. ഭരത എലാബറേറ്റ്സ് ദാറ്റ് രസനിഷ്പത്തി, ദ പ്രോസസ് ഓഫ് ദ ഒറിജിൻ ഓഫ് രസ ഇൻ ഹിസ് രസസൂത്ര. അദ്ദേഹത്തിൻ്റെ രസസൂത്ര എന്ന ബുക്കിൽ അദ്ദേഹം എന്തിനെ എലാബറേറ്റ് ചെയ്യുന്നുണ്ട്, രസനിഷ്പത്തി. രസനിഷ്പത്തി മീൻസ് ദ പ്രോസസ് ഓഫ് ദ ഒറിജിൻ ഓഫ് ദ രസ, എവിടെ നിന്ന് രസ വന്നു എന്നതിനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ രസസൂത്രയിൽ അദ്ദേഹം പറയുന്നുണ്ട്. ഭരതാസ് രസസൂത്ര ഈസ് ദ താത്ത വിഭാവനുഭാവ വ്യഭിചാരി സംയോഗ രസനിഷ്പത്തി. അത് നിങ്ങൾ ഓർമ്മിക്കണം. അദ്ദേഹത്തിൻ്റെ വാട്ട് ഈസ് ദ രസസൂത്ര ഓഫ് ദ ഭരത. ഭരത മുനി എന്തെന്ന് ഒരു ഡെഫിനേഷൻ പറയാണ് രസസൂത്ര. വാട്ട് ഈസ് രസസൂത്ര എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് വിഭാവനുഭാവ വ്യഭിചാരി സംയോഗ രസനിഷ്പത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ദ സോഴ്സ് ഓഫ് ദ രസ ഈസ് ദ റിസൾട്ട് ഓഫ് ദ ഫ്യൂഷൻ ഓഫ് വിഭാവാസ്. അദ്ദേഹം പറയുന്നത് രസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിൻ്റെ സോഴ്സാണ്, സോഴ്സസ് ഓഫ് രസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഭാവ അനുഭാവ വ്യഭിചാരി സംയോഗ രസനിഷ്പത്തി അല്ലേ. ശരിക്കും അങ്ങനെയാണ് വരുന്നത്. അതായത് രസനിഷ്പത്തി എന്ന് പറഞ്ഞാൽ കോസ് ഓഫ് ദ രസ. രസയുടെ കോസ് അല്ലെങ്കിൽ സോഴ്സ് എന്ന് പറയുന്നത് വിഭാവ അനുഭാവ വ്യഭിചാരി സംയോഗ എന്തൊക്കെയാണ്, അതായത് രസനിഷ്പത്തി എന്ന് പറഞ്ഞാൽ സോഴ്സ് ഓഫ് രസ എന്ന് പറയുന്നത് വൺ ഈസ് വിഭാവ, സെക്കൻഡ് വൺ അനുഭാവ, തേർഡ് വൺ വ്യഭിചാരി, ലാസ്റ്റ് വൺ സംയോഗ. ഓക്കെ, അദ്ദേഹം പറയുന്നത് എന്തൊക്കെയാണ് രസയുടെ
സോഴ്സസ് എന്ന് പറയുന്നത് ഇത്രയും കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ എന്താണ് അത് പഠിച്ചു വെക്കണം. സ്പെല്ലിംഗ് അങ്ങനെ തന്നെ. വിഭാവ, അനുഭാവ, വ്യഭിചാരി, സംയോഗ, രസ, നിസ്പത്തി. ദാറ്റ് ഈസ് സോഴ്സ് ഓഫ് ദ റിസ ഇസ് ദ റിസൾട്ട് ഓഫ് ദ ഫ്യൂഷൻ ഓഫ് വിഭാവാസ്, അനുഭാവാസ്, വ്യഭിചാരി ഭാവാസ്. അദ്ദേഹം പറയുന്നത് ഒരു രസ എന്ന് പറയുന്ന ഡിഫറെൻ്റ് എലമെൻറ്റ്സ് കൂടി ചേർന്നതാണ്. ഒന്നെന്താണ് വിഭാവ. വിഭാവ മീൻസ് വാട്ട്? വിഭാവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസസ്. സെക്കൻഡ് വൺ കൺഫ്യൂഷൻ വരരുത്. വിഭാവ മീൻസ് കോസസ്, അതിന് കാരണം. ആൻഡ് അനുഭാവ, അനുഭാവ മീൻസ് ദ സിംറ്റംസ് ആണ്. ആൻഡ് വ്യഭിചാരി, വ്യഭിചാരി എന്ന് പറയുമ്പോൾ ആൻസിലറി ഫീലിങ്സ് എന്ന് പറഞ്ഞാൽ ദ ഫീലിങ്സ് ദാറ്റ് ഹെൽപ്പ് അസ് ആണ് വ്യഭിചാരി. ഓക്കെ, ദെൻ സംയോഗ മീൻസ് അവരുടെ കൺജങ്ഷൻ, അതിൻ്റെ ബന്ധം. ഇത്രയുമാണ് ഓർമ്മിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ വിഭാവ, അനുഭാവ, വ്യഭിചാരി, സംയോഗ, രസനിഷ്പത്തി. ഇനി Bhava means both emotional and mental state, and it has been diversely interpreted as feeling, emotion or psychological state. നമുക്കറിയാം ഭാവം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് നമ്മുടെ ഒരു ഇമോഷണൽ ആൻഡ് മെൻ്റൽ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ആണ് അല്ലേ? അതെന്താണ്? പല രൂപത്തിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാം. അത് ഫീലിങ്സ് ആയിരിക്കാം, ഇമോഷൻ ആയിരിക്കാം, സൈക്കോളജിക്കൽ സ്റ്റേറ്റ് ആകാം. ഇപ്പോൾ വിഭാവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഫേഴ്സ് ടു ദ ഒബ്ജക്റ്റീവ് കണ്ടീഷൻ ഓർ ദ റീസൺ ഫോർ പ്രൊഡ്യൂസിങ് ഓർ എക്സൈറ്റിംഗ് ആൻ ഇമോഷൻ. വിഭാവ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു കോസാണ്, കാരണം. ഒരു ഒബ്ജക്റ്റീവ് കണ്ടീഷനാണ്, റീസൺ ആണ്. എന്താണ് കാരണം? വാട്ട് ഈസ് ദ കോസ് ഓഫ് വാട്ട് ഈസ് ദ റീസൺ ഫോർ ദിസ് തിങ്, ഫോർ പ്രൊഡ്യൂസിങ് ആൻ എക്സൈറ്റിംഗ് ഓർ പ്രൊഡ്യൂസിങ് ഓർ എക്സൈറ്റിംഗ് ഇമോഷൻ. ഇവിടെ എന്തോന്നല്ല വേറിപ്പോൾ എന്താണ് കാരണം? അതായത് ഒരു ഇമോഷൻസ് ഉണ്ടാകാനുള്ള കോസ് എന്താണ്, അതിൻ്റെ ഒബ്ജക്റ്റീവായിട്ടുള്ള കണ്ടീഷൻ എന്താണ്, റീസൺ എന്താണ്. ഇറ്റ് ഈസ് ദ മെയിൻ സ്റ്റിമുലേറ്റിംഗ് കോസ് ആൻഡ് ഒബ്ജക്റ്റ് ഓഫ് ദ ഇമോഷൻ അല്ലേ? അതായത് വിഭാവ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ കോസ് ആണ്, ഒബ്ജക്റ്റീവ് കണ്ടീഷൻ അല്ലെങ്കിൽ റീസൺ ഫോർ പ്രൊഡ്യൂസിങ് എനി ഇമോഷൻ. ഏതെങ്കിലും ഒരു കാരണം, ഇപ്പം എനിക്ക് ആ ഒരു ഇമോഷൻ ഉണ്ടാകാനുള്ള റീസൺ എന്താണ്, കോസ് എന്താണെന്നാണ്. ഇറ്റ് ഈസ് ദ സ്റ്റിമുലേറ്റിംഗ് കോസ് ആണ്. അത് അതിലെ പുറത്തിറങ്ങരുത്. കോസാകാൻ, അത് കാരണമാകുന്ന, സ്റ്റിമുലേറ്റ് ചെയ്ത കോസ്, കാരണം എന്താണ് എന്നാണ്. ഓക്കെ, എന്നിട്ട് വിഭാവ എന്ന് പറയുമ്പോൾ രണ്ട് തരത്തിലുണ്ട്. ആലംബന വിഭാവ ആൻഡ് ഉദ്ദീപന വിഭാവ. വിഭാവ രണ്ട് തരത്തിലുണ്ട്, ആലംബന വിഭാവ, ഉദ്ദീപന വിഭാവ. While ആലംബന വിഭാവ stands for the characters with reference to whom an emotion is aroused, ഉദ്ദീപന വിഭാവ is the background feature that enhance the emotion. രണ്ട് തരത്തിലുണ്ട്. വൺ ഈസ് ആലംബന വിഭാവ. ആലംബന വിഭാവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ക്യാരക്ടേഴ്സ് ഉണ്ടാകും അല്ലേ? ആ ക്യാരക്ടേഴ്സ് ടു ഹൂം എമോഷൻ ഈസ് അറൗസ്ഡ്, അതായത് ഒരു ക്യാരക്ടർ കാരണം എന്ത് ചെയ്യുന്നു, ഇമോഷൻസ് ഉണ്ടാകുന്നു. ഉദ്ദീപന വിഭാവ എന്ന് പറയുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഫീച്ചേഴ്സാണ്. അതായത് നമ്മുടെ ഇമോഷൻസ് എൻഹാൻസ് ചെയ്യാനുള്ള ബാക്ക്ഗ്രൗണ്ട് ഫീച്ചേഴ്സിനെയാണ് എന്ത് വിളിക്കുക, ഉദ്ദീപന എന്ന് വിളിക്കുക. ആലംബന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ക്യാരക്ടേഴ്സ് വിത്ത് റെഫറൻസ് ടു ഹൂം ആൻ ഇമോഷൻ ഈസ് അറൗസ്ഡ്, അതായത് ആ ഒരു ക്യാരക്ടറിലൂടെ ഉണ്ടാകുന്ന ഇമോഷൻസാണ്. And these are similar to T.S. Eliot's objective correlative. When these character situations are evoked in the poem, the appropriate emotions would be felt by the reader. ഇത് T.S. Eliotൻ്റെ ഒബ്ജക്റ്റീവ് കോറിലേറ്റീവുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കണക്ട് ചെയ്യാമെന്നാണ്. അതായത് ഇപ്പം നമുക്കൊരു ഇമോഷൻ ഉണ്ടാകുന്നു, ആ ഇമോഷന് കാരണം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സറൗണ്ടിങ്സ് ആയിരിക്കാം. അതാണ് ഉദ്ദീപന വിഭാവ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ the causes in everyday life are called vibhavas in poetry. In Shakespeare's Macbeth, the apparition of the dagger is an alambana vibhava of the Macbeth fear, and stark midnight and the strange sounds of the around form is the uddibana vibhava. അതായത് ആലംബന വിഭാവ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഷേക്സ്പിയറിൻ്റെ മാക്ബത്തിൽ അതിലുള്ളൊരു ഡാഗർ സീനുണ്ട്, അപ്പാരിഷൻ ഓഫ് ദ ഡാഗർ. ആ ഒരു നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ അയാളുടെ ആ ഒരു അപ്പാരിഷൻ ഉണ്ടാവണം അയാൾക്ക്. എന്താണ്, ഒരു ഡ്രീം ലൈക്ക് തിങ്സ് ആണ്, ഒരു കടാരി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു അത് എന്താണ്, അദ്ദേഹത്തിൻ്റെ ആലംബന വിഭാവമാണ് അല്ലേ? മാക്ബത്തിൻ്റെ ഫിയർ കൂട്ടുകയാണ് ആ ഡാഗർ അപ്പാരിഷൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ആ സമയത്ത് തന്നെ ആ ഒരു ഡാഗർ അപ്പാരിഷൻ ഉണ്ടാകുന്ന സമയത്ത് തന്നെ അവിടെ ഉണ്ടായിരുന്ന സറൗണ്ടിങ് എന്ന് പറയുന്നത് സ്റ്റാർക്ക് മിഡ് നൈറ്റ് ആൻഡ് സ്ട്രേഞ്ച് സൗണ്ടാണ്. ചുറ്റുപാട് സറൗണ്ടിങ് എന്ന് പറയുന്നത് അത്രയും കഠിനമായ രാത്രിയായിരുന്നു അല്ലേ? നക്ഷത്രങ്ങൾ കൊണ്ടൊക്കെ നിറഞ്ഞൊരു രാത്രി. അത് ഉദ്ദീപന വിഭാവമാണ്.
മനസ്സിലായല്ലോ. ഇനി ആലംബന വിഭാവം പിന്നെയും ഡിവൈഡ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ്? ആശ്രയ, ദ പേഴ്സൺ ഓർ ദ പേഴ്സൺസ് ഇൻ ഹൂം ദ ഇമോഷൻ ഈസ് എറൗസ്ഡ്. പിന്നെ വിഷയ, ദ പേഴ്സൺ ഓർ ദ ഒബ്ജക്റ്റ് ഫോർ ഹൂം ദ ഇമോഷൻ ഈസ് എവൈക്കൻഡ്. രണ്ട് തരത്തിൽ എന്തുണ്ട്? ആലംബന വിഭാവമുണ്ട്. ഒന്നെന്താണ്? ആശ്രയ, ആശ്രയിക്കുക. എ പേഴ്സൺ ഓർ പേഴ്സൺ, ഒരു വ്യക്തിയോ വ്യക്തികളോ ഒരുപാട് വ്യക്തികൾ തമ്മിലോ, ഇൻ ഹൂം ദി ഇമോഷൻ, ആരിലാണോ ഈ ഇമോഷൻ എറൗസ് ചെയ്യുന്നത്, അതാണ് ആശ്രയ. വിഷയ എന്ന് പറയുമ്പോൾ ആരാണ്? ദ പേഴ്സൺ ഓർ ഒബ്ജക്റ്റ് ഫോർ ഹൂം ദ ഇമോഷൻ ഈസ് എവൈക്കഡ്. എക്സാമ്പിൾ കാളിദാസയുടെ അഭിജ്ഞാന ശാകുന്തളം. അതിൽ ദുഷ്യന്ത ഈസ് ക്യാപ്റ്റിവേറ്റഡ് ബൈ ദ ബ്യൂട്ടി ഓഫ് ശകുന്തള, ഹൂ ഈസ് ദ വിഷയ ആൻഡ് ദ കിങ് ഈസ് ദ ആശ്രയ. അതായത് കാളിദാസൻ്റെ അഭിജ്ഞാത ശാകുന്തളത്തിൽ ദുഷ്യന്ത എന്ന് പറയുന്ന രാജാവ്, അദ്ദേഹം ആരുടെ ബ്യൂട്ടിയിൽ മതിമറന്നു പോവാണ്? ശകുന്തളയുടെ. അപ്പോൾ ശകുന്തള എന്ന് പറയുന്നതാണ് വിഷയ. വിഷയ എന്ന് പറയുമ്പോൾ എന്താണ്? ദ പേഴ്സൺ ഓർ ഒബ്ജക്റ്റ് ഫോർ ഹൂം ദ ഇമോഷൻ ഈസ് എവൈക്കൻഡ്. ഇവിടെ ശകുന്തള എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ ബ്യൂട്ടിയിലാണ് എന്ത് വരുന്നത്? ആ ബ്യൂട്ടി കാരണമാണ് ഇമോഷൻ അറൗസ് ചെയ്യുന്നത്. എന്താ ആ ഒരു ഇമോഷൻ ശകുന്തള എന്ന് പറയുന്നതാണ് വിഷയ. അപ്പോൾ ശകുന്തള എന്ന് പറയുന്ന വിഷയ എന്ന് പറയുമ്പം ശകുന്തള എന്ന വിഷയത്തിലാണ്, ഒബ്ജക്റ്റിൽ അല്ലെങ്കിൽ ഒരു പേഴ്സൺ. വിഷയ എന്ന് പറയുമ്പോൾ എന്താണ്? ദ പേഴ്സൺ ഓർ ഒബ്ജക്റ്റ് ഫോർ ഹൂം ദ ഇമോഷൻ ഈസ് അവൈക്കൻഡ്. അതായത് ഇവിടെ വിഷയ എന്ന് പറയുന്ന വിഷയം ആരാണ്? ശകുന്തളയാണ്. ശകുന്തളയുടെ ബ്യൂട്ടിയാണ്. അപ്പോൾ ഫോർ ഹൂം ദ ഇമോഷൻ ഈസ് എവൈക്കൻഡ്. അവിടെ നമ്മുടെ ആർക്ക്? കാളിദാസൻ്റെ അഭിജ്ഞാന ശാകുന്തളത്തിൽ ദുഷ്യന്തൻ ഉണ്ടാകുന്ന ആ ഒരു എന്താ പറയുക, ലവ് എന്ന് പറയുന്നത് ആര് കാരണമാണ്? ഏത് വിഷയമാണ്? ശകുന്തള എന്ന വിഷയമാണ്. അപ്പോൾ അതിൽ ആരാണ് ആശ്രയ? ദ പേഴ്സൺ ഓർ എ പേഴ്സൺസ് ഇൻ ഹൂം, ആരിലാണോ എന്തുണ്ടാകുന്നത്? ഇമോഷൻ എറൗസ് ചെയ്യുന്നത്, അയാളാണ് ആശ്രയ. ഇപ്പോൾ ശകുന്തള എന്താകുന്നു? വിഷയാകുന്നു. ഡൗട്ട് ഉണ്ടെങ്കിൽ പേഴ്സണലി ചോദിക്കണേ. ശകുന്തള വിഷയാകുന്നു. ആര്? നമ്മുടെ ദുഷ്യന്ത രാജാവ്, കിങ് എന്താണ്? ആശ്രയാകുന്നു. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കട്ടോ. ആലംബന വിഭാവയാണ്. അതായത് ആലംബന വിഭാവ എന്ന് പറയുമ്പോൾ എന്താണ്? പേഴ്സൺ ഓർ ദ ക്യാരക്ടറാണ് അല്ലേ? നമ്മുടെ സറൗണ്ടിങ്ങിൽ വരുന്ന പേഴ്സൺസ് ഇമോഷൻ എറൗസ് ചെയ്യാൻ കാരണമാകുന്നതും ആരിലാണ് ഉണ്ടാകുന്നതും അതാണ് ആലംബന വിഭാവ. ആലംബന വിഭാവ രണ്ട് തരത്തിലുണ്ട്, വിഷയ ആൻഡ് ആശ്രയ. ഇനി അനുഭാവ ലിറ്ററലി മീൻസ് ദാറ്റ് വിച്ച് കോസസ് എക്സ്പീരിയൻസ് ഓർ എ മാനിഫെസ്റ്റേഷൻ ഓഫ് ഇമോഷൻ. Anubhava literally means that the cause which causes the experience or the manifestation of emotion on the character. In the case of love, longing, glance, sighs, some smiles can be regarded as anubhava. Anubhava എന്ന് പറയുമ്പോൾ എന്താ വരിക? വിഭാവ കഴിഞ്ഞു, ഇനി വിഭാവ അനുഭാവ. അപ്പം നമ്മൾ പറഞ്ഞു വിഭാവ എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്? കോസാണ് അല്ലേ? വിഭാവ തന്നെ രണ്ട് രൂപത്തിലുണ്ട്, ആലംബന, ഉദ്ദീപന. ആലംബന പിന്നെയും ഡിവൈഡ് ചെയ്യുന്നു, ആശ്രയ, വിഷയ. ഇനി അടുത്തത് അനുഭാവ. ഇതൊക്കെ നമ്മൾ രസസൂത്രയിലുള്ള എലമെൻസുകളാണ്. അപ്പോൾ അനുഭാവ എന്ന് പറയുമ്പോൾ എന്താണ്? അനുഭാവ എന്ന് പറയുമ്പോൾ എന്താണ്? ഇൻ വിച്ച് കോസസ് ദ എക്സ്പീരിയൻസസ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ്? അനുഭാവ എന്ന് പറയുമ്പോൾ അവിടെ എന്താ വരുന്നത്? സിംറ്റംസ് ആണ് ഇതാ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എന്താണ്? അനുഭാവ എന്ന് പറയുമ്പോൾ മാനിഫെസ്റ്റേഷൻ ഓഫ് ദ ഇമോഷൻ, അതായത് ഒരു ക്യാരക്ടറിൽ മാനിഫെസ്റ്റ് ചെയ്യും ആ ഇമോഷൻസ്. എക്സാമ്പിൾ ഇപ്പോൾ ലവ് എന്ന് പറയുന്ന ഇമോഷൻസ് അല്ലേ? ലോങ്ങിങ്, ഗ്ലാൻസ്, സൈ, സ്മൈൽസ് ക്യാൻ ബി റിഗാർഡഡ് ആസ് അനുഭാവ. ഇപ്പോൾ ഒരാളിൽ ഉണ്ടാകുന്ന സ്നേഹം, ആ സ്നേഹം എങ്ങനെ എക്സ്പ്രസ് ചെയ്യും? അയാളുടെ നോട്ടം കൊണ്ട്, അയാളുടെ ഒരു നിശ്വാസം കൊണ്ട്, അയാളുടെ ഒരു ചിരി കൊണ്ടൊക്കെയാണ് അതെന്ത് ചെയ്യുന്നത്? റിഫ്ലക്റ്റ് ചെയ്യുന്നത്. സ്റ്റിമുലേറ്റിംഗ് ഫാക്റ്റാണ്. അപ്പോൾ അത് എങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്നു? ആ ഒരു ഇമോഷൻസ് മാനിഫെസ്റ്റ് ചെയ്യുന്നു, അതാണ് എന്ത്? അനുഭാവ. Anubhavas are represented through acting on the stage, but in poetry they can only described in words and left to the imagination of the reader. ശരിയല്ലേ? അനുഭാവ എന്നത് നമുക്കൊരു ഡ്രാമയിലാണെങ്കിൽ അതെന്ത് ചെയ്യാം? സ്റ്റേജിൽ റെപ്രസെൻ്റ് ചെയ്യാം. അങ്ങനെ അതിപ്പോൾ ലവ് ആണെങ്കിൽ ചിരിച്ചുകൊണ്ട് അല്ലെ കഥാപാത്രം, അല്ലെങ്കിൽ പുഞ്ചിരിയിലൂടെ, നോട്ടത്തിലൂടെയൊക്കെ ലവ് എക്സ്പ്രസ് ചെയ്യാം. പക്ഷെ അത് കവിതയിലാണെങ്കിൽ നമുക്ക് വേർഡ്സിലൂടെ മാത്രമേ ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റൂ. ആ ഒരു വേർഡ്സ് ഇമാജിനേഷൻ ഓഫ് ദ റീഡറിൻ്റെ ഇമാജിനേഷനിലൂടെ മാത്രമേ മനസ്സിലാകാൻ പറ്റൂ.
ഇനി വ്യഭിചാരി ഭാവ. വ്യഭിചാരി ഭാവ എന്ന് പറയുമ്പോൾ എക്സ്റ്റേണൽ ഫാക്ടർ ഓഫ് ദ എക്സ്പീരിയൻസ് ദാറ്റ് ആർ ട്രാൻഷൻ ആൻഡ് ഡു നോട്ട് ലീവ് എനി ലാസ്റ്റിംഗ് ഇംപ്രഷൻ ഓൺ ദ മൈൻഡ്. അതായത് വ്യഭിചാരി ഭാവ എന്ന് പറയുമ്പോൾ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഫീലിങ്സാണ്, നമ്മുടെ ചുറ്റുപാടുമുള്ള എക്സ്റ്റേണൽ ഫാക്ടേഴ്സാണ്. അതായത് എക്സ്റ്റേണൽ ഫാക്ടേഴ്സാണ് എന്ത് ചെയ്യുന്നത്, വ്യഭിചാരി ഭാവാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെന്തുണ്ടാവില്ല, ഒരു ലാസ്റ്റിംഗ് ഇംപ്രഷൻ ഒന്നും നമ്മുടെ മനസ്സിൽ ഉണ്ടാവില്ല. ദിസ് ആൻസിലറി ഇമോഷൻ അല്ലേ, അതായത് നമ്മൾ ഈ ഹെൽപ്പിംഗ് ഇമോഷൻ നേർട്ടേഴ്സ് ദ ഡോമിനൻ്റ് എക്സ്പ്രഷൻ ഓർ ഇറ്റ്സ് എക്സ്പ്രഷൻ ആൻഡ് സ്ഥായി ഭാവ ആൻഡ് സ്റ്റെബിലൈസ് എ പ്രിൻസിപ്പൽ ഇമോഷൻസ്. അതായത് അവിടെ പറയുന്നത് വ്യഭിചാരി ഭാവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഫാക്ടേഴ്സ് അതെങ്ങനെ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ളതാണ്. മനസ്സിലായോ? അപ്പോൾ വിഭാവ, അനുഭാവ, വ്യഭിചാരി, സംയോഗ, രസനിഷ്പത്തി. ഡൗട്ടുണ്ടോ? അപ്പോൾ ഇത്രയുമാണ് ആ ഒരു കാര്യങ്ങൾ. അപ്പോൾ വിഭാവ നമ്മൾ പറഞ്ഞു കോസാണ്, അനുഭാവ എന്ന് പറയുമ്പം സിംറ്റംസ് ആണ്, എങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്നു എന്നുള്ളത്. പിന്നെ ആൻസിലറി ഫീലിങ്സ് എന്ന് പറഞ്ഞാൽ വ്യഭിചാരി, സംയോഗ എന്ന് പറഞ്ഞാൽ അവരുടെ കൂട്ടം ഒന്നിച്ചിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ്. ഇപ്പോൾ അക്കോർഡിംഗ് ടു Pandit Jagannath, the manifestation of Vyabhichari Bhava is like the flash of lightning and they are 33 in number. They are also known as Sanchari Bhava as they can go along with the more than the Sthayi Bhava, appearing and disappearing at will. അതായത് ഈ ഒരു വ്യഭിചാരി ബാബാസ് എന്ന് പറയുന്നത് ശരിക്കും എന്താ ചെയ്യുന്നത്, സഞ്ചാരി ബാബാസാണ്, ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നതാണ്. അത് നമ്മൾ എക്സ്റ്റേണൽ വേൾഡിനനുസരിച്ച് കൊണ്ട് നമുക്ക് ചിലപ്പോൾ മാറി വരുന്നതാണെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങൾ ഓർമ്മിക്കാം. ഇനി the 8 steins and corresponding 8 രസാസ് ആർ ഔട്ട്ലൈൻ ബൈ ഭരത. ഇത് പഠിച്ചിരിക്കണം. രസയിലുള്ള അല്ലേ 8 രസാസ് ഉണ്ട്, അതിന് എന്താ പറയുക, അതുമായി റിലേറ്റ് ചെയ്ത ഭാവങ്ങൾ എന്തൊക്കെയാണ്? ഓക്കെ, 8 രസാസ്, അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഭാവാസ് ഏതൊക്കെയാണ്? രസ ഇപ്പോൾ ശൃംഗാര എന്ന് പറയുമ്പോൾ ഇറോട്ടിക് ആയിട്ടുള്ള ഫീലിങ്സ് അല്ലേ, ഇറോട്ടിക് ആയിട്ടുള്ള, അപ്പോൾ അതിനുണ്ടാകുന്ന ഭാവമാണ് രതി അല്ലേ. അത് ഏത് ഇമോഷനാണ്? റൊമാൻസ് ആണ്. അതേപോലെയാണ് ഹാസ്യ, കോമിക്കാണ്. അതായത് ഹാസ എന്ന് പറയുന്ന ഭാവം ഹ്യൂമറാണ്. ഇതൊക്കെ നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാകുന്നേ ഉള്ളൂ. പിന്നെ കരുണ എന്ന് പറയുമ്പോൾ കമ്പാഷനേറ്റ്, അതായത് ആ ഭാവം എന്ന് പറയുന്നത് ശോകമാണ്, സോറോ അല്ലേ, ഇമോഷൻസ്. പിന്നെയോ രൗദ്ര എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് ഫ്യൂരിയസ് ആണ് അല്ലേ, ക്രോധഭാവമാണ്, ആങ്കർ എന്ന ഇമോഷൻ. വീര എന്ന് പറയുമ്പോൾ ഹീറോയിക് ആണ് അല്ലേ, അതിലെന്താ വരുന്നത്, ഉത്സാഹ, ഒരു എനർജി അല്ലേ, ഉത്സാഹ എന്ന ഭാവമാണ്. അടുത്തത് ഭയാനക എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ടെറിബിൾ ആണ്, ഇറ്റ് ഈസ് ഭയ എന്ന് പറയുന്ന ഭാവമാണ്. പിന്നെയോ ഫിയർ എന്ന ഇമോഷനിലാണ് എത്തുന്നത്. പിന്നെ വിഭാവസ്ഥ റിപ്ലസീവാണ്, അതായത് എന്താ വയ്ക്കുക, ജുക്സ്പിസ് ഓർ ദ ഡിസ്കസ്, നമുക്ക് ഒരാളോടുന്ന ഒരു വെറുപ്പ് അല്ലേ, അങ്ങനത്തെ കാര്യങ്ങൾക്കാണ് എന്ത് വയ്ക്കുക, വിഭാവസ്ഥ അല്ലേ. അങ്ങനെ തന്നെയാണ് സംസ്കൃത് വായിക്കാമെന്ന് കൃത്യം അറിയില്ലേ. പിന്നെ അദ്ഭുത, മാർവലസ് ആണ്, വിസ്മയം, വണ്ടർ എന്നൊക്കെ പറയും. ഇത്രയുമാണ് ഓർമ്മിക്കേണ്ടത്. ഇനി അതേപോലെ തന്നെ ഇവിടെ പറയാണ് 8 രസങ്ങൾ മാത്രമല്ല പിന്നെയുമുണ്ട് ഒരു ശാന്തരസ, ഒരു സെറീൻ അല്ലേ, പിന്നെയോ ഒരു ഡിറ്റാച്ച്മെൻറ്റ് എന്നൊക്കെയുള്ള ഒരുപാട് പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ ഈ 8 മാത്രം പഠിക്കുക, ഇതിലും അപ്പുറത്തേക്ക് ഉണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ ഇങ്ങനെയുള്ള പെർമനൻറ്റ് ഇമോഷൻ അല്ലാതെ നമുക്ക് എന്തുണ്ട്, 33 ആയിട്ടുള്ള വ്യഭിചാരി ഭാവാസ് അല്ലെങ്കിൽ സഞ്ചാരി ഭാവാസും കൂടിയുണ്ട് ഭരത പറയുന്നത്. അതായത് ഇത് നമ്മുടെ സ്ഥായി ഭാവങ്ങളാണ്. സ്ഥായി ഭാവങ്ങൾ എന്ന് പറഞ്ഞാൽ പെർമനൻറ്റ് ഇമോഷൻസ്. 36 വ്യഭിചാരി ഭാവാസ് കൂടി അദ്ദേഹം പറയുന്നുണ്ട്. അതായത് ഭരത മുനി പറയുന്നത് 8 എന്തുണ്ട്, സ്ഥായി ഭാവങ്ങൾ, അതാണ് ഈ ഒരു ഭാവങ്ങൾ. പിന്നെ അടുത്തത് അത് കൂടാതെ 36 ആയിട്ടുള്ള വ്യഭിചാരി ഭാവ എന്ന് പറഞ്ഞാൽ സഞ്ചാരി ഭാവാസ് കൂടി ഉണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ, അത് നമ്മളെ മൂഡനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ അദ്ദേഹം ഇത്രയും കാര്യങ്ങൾ ഓർമ്മിക്കുക. ഇനി അടുത്തത് കോൺട്രിബ്യൂഷൻ ഓഫ് ബട്ടലൊട്ട. അതായത് ബാട്ടലൊട്ട എന്ന് പറയുമ്പോൾ വൈൽ ഡിസ്കസിങ് ദ തിയറി ഓഫ് ഈസ്തെറ്റിക്സ് അഡോപ്റ്റഡ് ആൻഷ്യൻ്റ് ലോജിക് വിച്ച് ബിലീവ്സ് ഇൻ ദ റിയാലിറ്റി ഓഫ് ദ എക്സ്റ്റേണൽ ഒബ്ജക്റ്റീവ് വേൾഡ്. ഹി സ്റ്റഡീസ് ദ ഈസ്തെറ്റിക് പ്രോബ്ലം ഫ്രം എ ഡൈവേർജൻറ്റ് പെർസ്പെക്റ്റീവ് ബിക്കോസ് ഹിയർ ഡിഫറൻഷ്യൽ ബിറ്റ്വീൻ രസ ആസ് എൻ എസ്തെറ്റിക് ഒബ്ജക്റ്റ് ഓൺ ദ സ്റ്റേജ് ആൻഡ് രസ ആസ് എൻ എസ്തെറ്റിക് റെപ്രസെൻറ്റേഷൻ ഇൻ ദ സ്പെക്ടക്ടർ കോൺഷ്യസ്നസ്.
ഇതിൽ ഇത് ഇമ്പോർട്ടൻ്റ് അല്ല, ജസ്റ്റ് ഒന്ന് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് അല്ല എന്നല്ല, അഥവാ പാരഗ്രാഫിനോ മറ്റോ ചോദിച്ചാൽ എഴുതാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർമ്മിക്കുക തിയറി ഓഫ് രസയിൽ. ഇനി ഇതിൽ എന്താ പറയുന്നത്, ബട്ടൽലൊട്ട പറയുന്നത് അദ്ദേഹത്തിൻ്റെ തിയറി ഓഫ് ഈസ്തെറ്റിക്സിൽ അദ്ദേഹം പറയുന്നത് ഒരു പ്രജയന്യായ ഒരു ആൻഷ്യൻ്റ് ലോജിക്കാണ് അദ്ദേഹം അഡോപ്റ്റ് ചെയ്യുന്നത്. അദ്ദേഹം ബിലീവ് ചെയ്യുന്നത് റിയാലിറ്റി ഓഫ് ദ എക്സ്റ്റേണൽ ഒബ്ജക്റ്റീവ് വേൾഡ്, നമ്മളെ ചുറ്റുപാടുമുള്ള റിയാലിറ്റി അല്ലേ, അതിൽ വിശ്വസിക്കുന്നു. ഹി സ്റ്റഡി ദ എസ്തെറ്റിക് പ്രോബ്ലം ഫ്രം ദ ഡൈവേർജൻറ്റ് പെർസ്പെക്റ്റീവ് ബിക്കോസ് ഹി ഡിഫറൻഷിയേറ്റ് രസ ആസ് എൻ എസ്തെറ്റിക് ഒബ്ജക്റ്റ്. അദ്ദേഹം പറയുന്നത് രസ എന്ന് പറയുന്ന ഒരു എസ്തെറ്റിക് ഒബ്ജക്റ്റ് ആണ്. ഇറ്റ് ഈസ് എൻ ഒബ്ജക്റ്റീവ് ഓൺ ദ സ്റ്റേജ്. അറ്റ് ദ സെയിം ടൈം ഇറ്റ് ഈസ് എ എസ്തെറ്റിക് റെപ്രസെൻറ്റേഷൻ ഇൻ ദ സ്പെക്ടക്ടേഴ്സ് കോൺഷ്യസ്നെസ് ആണ്. രസ എന്ന് പറയുമ്പോൾ അതിന് നമുക്ക് ആസ് ആൻ ഒബ്ജക്റ്റ് ഓൺ ദ സ്റ്റേജ്, ഒരു ഒബ്ജക്റ്റ് സ്റ്റേജിൽ കാണുന്ന ഒരു ഒബ്ജക്റ്റ് ആയിക്കൊണ്ടും അതേ അവസരത്തിൽ ഒരു സ്പെക്ടാക്ടറിൻ്റെ കോൺഷ്യസ് മൈൻഡിൽ ഉണ്ടാകുന്ന ഒരു എന്തായിട്ടും റെപ്രസെൻറ്റേഷനായിട്ടും പറയുന്നുണ്ട്. ഹി എക്സ്പ്ലെയിൻ ദ രസ വിച്ച് ഈസ് ജനറേറ്റഡ് ദുഷ്യന്ത ആൻഡ് ശകുന്തള ഇൻ കാളിദാസാസ് Shakuntala is the outcome of the combined function of vibhavas described in poetry and represented in drama. The rasa is the culminating state reached by the basic emotion. അതായത് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ വിഭാവാസ് എന്ന് പറയുമ്പോൾ ഇത് കൺഫ്യൂഷൻ ആകുന്നുണ്ടെങ്കിൽ പഠിക്കണമെന്നില്ല. വിഭാവ എന്ന് പറയുമ്പോൾ അദ്ദേഹം പറയുന്നത് എന്താണ്, ഒന്ന് സ്റ്റേജിൽ ഉണ്ടാകുന്ന ഒരു ഇസ്തറ്റിക്കുമുണ്ട്, അതേപോലെ തന്നെ കാണുന്ന കാഴ്ചക്കാരിൽ ഉണ്ടാകുന്ന ഒരു കോൺഷ്യസ് ആയിട്ടുള്ള ഒരു ഇഫക്റ്റുമുണ്ട്. ഇപ്പോൾ വിഭാവ എന്ന് പറയുമ്പോൾ അദ്ദേഹം പറയുന്നു ഇറ്റ് ഈസ് ദ കോസ്, എന്നിട്ടോ അനുഭാവ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ എഫക്റ്റ്. വ്യഭിചാരി ഭാവ എന്ന് പറഞ്ഞാൽ സ്റ്റിമുലൻ സോ ഫാർ ആസ് ദ ബേസിക് മെൻ്റൽ സ്റ്റേറ്റ് ഈസ് കൺസേൺ. ദോ രസ പ്രൈമർലി എക്സിസ്റ്റ് ഇൻ ദ ക്യാരക്ടർ, ഇറ്റ് ഈസ് ഓൾസോ സൂപ്പർ ഇമ്പോസ്ഡ് ഓൺ ദ ആക്ടർ ഹു ട്രൈസ് ടു എഫക്റ്റ് ആൻ ഇമാജിനേറ്റീവ് ഐഡൻറ്റിഫിക്കേഷൻ വിത്ത് ക്യാരക്ടർ. അദ്ദേഹം പറയുന്നത് വിഭാവ എന്ന് പറഞ്ഞാൽ കോസാണ്, അനുഭാവ എന്ന് പറഞ്ഞാൽ എഫക്റ്റാണ്. ഓക്കെ, വ്യഭിചാരി ഭാവാസ് എന്ന് പറയുമ്പോൾ വ്യഭിചാരി വ്യാപ എന്ന് പറഞ്ഞാൽ സ്റ്റിമുലൻസ് ആണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നിട്ട് ഇത് അദ്ദേഹം തന്നെ പറയാണ് ക്യാരക്ടേഴ്സിൽ, അതായത് രസ എന്ന് പറയുന്നത് ഇറ്റ് പ്രൈമർലി എക്സിസ്റ്റ് ഇൻ ദ ക്യാരക്ടർ. ഓക്കെ, ക്യാരക്ടറിലുണ്ട് ആ ഒരു രസ. അതിനെ സൂപ്പർ ഇമ്പോസ് ചെയ്യും ആരിലേക്ക്, ആക്ടറിലേക്ക്. അതായത് ഒരു ഇമാജിനേറ്ററി ആയിട്ടുള്ള ഒരു ഐഡൻറ്റിഫിക്കേഷൻ ആരുമായിട്ട് നടത്തും, ക്യാരക്ടറുമായിട്ട് നടത്തും. എന്നിട്ട് അവരിൽ എന്തുണ്ടാകുമെന്നാണ്, ഒരു ഇമാജിനറി ആയിട്ടുള്ള ഐഡൻറ്റിഫിക്കേഷൻ ക്യാരക്ടറുമായി നടത്തിക്കൊണ്ട് ആക്ടർ എന്ത് ചെയ്യും, ക്യാരക്ടർ എന്ത് ചെയ്യും, ഇമ്പോസ് ചെയ്യും ആക്ടറിലേക്ക് തൻ്റെ ക്യാരക്ടർ. അതാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഓർമ്മിക്കുക. പിന്നെ